ആ ഡേ കെയറിന്റെ പരിപാടി നമ്മളെല്ലാരും കൂടെ ഇവിടെ പ്ലാൻ ചെയ്യണുണ്ട്. ആ കേശു അവിടെ ഉണ്ടോ? ബഡ്ജറ്റഡാണ്. ഒരു എസ്റ്റിമേറ്റ് എത്ര ആവുന്ന നോക്കണുണ്ട്. അതൊന്നും മേടിക്കണ്ടേ, പിള്ളേരെയൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ലച്ചു ഷെയറാണ് എന്തായാലും. ഓ ശരി ശരി. ആ വേണ്ട വേണ്ട, നീ വെപ്രാളപ്പെടാനൊന്നും വേണ്ട. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നീ സമാധാനമായിട്ട് വന്നാ മതി. ശരി ശരി, വെച്ചോ ശരി. ലച്ചു എപ്പോ എത്തും? ലച്ചുവിന് നാളെ കുഴപ്പമുള്ള അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. മറ്റന്നാൾ വരുമെന്നാണ് പറഞ്ഞത്. ലച്ചുവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കാര്യത്തിനൊക്കെ ഒരു നീക്കുപോക്കുണ്ടായനായിരുന്നു. റെഡി റെഡി റെഡി, എസ്റ്റിമേറ്റ് റെഡി. എന്തോന്ന്? അമ്മൂമ്മ ഡേ കെയർ തുടങ്ങാനുള്ള ഫുൾ ബഡ്ജറ്റിന്റെ എസ്റ്റിമേറ്റ് റെഡി. ഡാ, അതിന് നിനക്ക് കണക്ക് കൂട്ടാനൊക്കെ അറിയാവോ? അമ്മൂമ്മ അങ്ങനെ ഒരു ടോക്ക് ചിരിക്കണല്ലേ? ചിരി ചിരി ചിരി. ഞാൻ നമ്മുടെ നവാസംഘനെ വിളിച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളുടെ വിലയും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചതേ. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് ഫോർ ഡേ കെയർ, മെറ്റൽ ഊഞ്ഞാല്, സ്ലൈഡ്, സീസോ, റൗണ്ട് ടേബിൾ, ചെയർ, ബുക്ക്, പേപ്പർ, പെന്ന്, ടോയ്സ്, വണ്ടി, താറാവ്, കുതിര, പ്ലേപ്പൻ, ബോർഡ്, ആർച്ച് എല്ലാം കൂടെ ചുരുക്കം 85 85,000 1 ലക്ഷത്തിന് അടുത്ത് മതി. 85,000 രൂപയോ? 1 ലക്ഷം വരെ നീള. പിന്നെ ടോയ്സ് ഒക്കെ നമ്മൾ വളരെ ലാഭത്തിലാണ് എടുക്കുന്നത്. ഇവന്റെ ഫ്രണ്ടിന്റെ അച്ഛൻ്റെ ഒരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട്. ചീപ്പ് എന്നൊക്കെ പറഞ്ഞ ഇജാതി ചീപ്പ് റേറ്റിൽ ടോയ്സ് കിട്ടും. ചീപ്പസ്റ്റ്. 85,000 രൂപയെ ചിലപ്പോ 90,000 95,000 1 lakh നടക്കൂല. 85,000 രൂപ നടക്കൂല. 50,000 രൂപ അതേ നടക്കൂ. അത് തന്നെ, അങ്ങേ അറ്റം പോയ ഒരു 50,000 രൂപ. 50,000 രൂപയെ? അമ്മൂമ്മ ഈ പറഞ്ഞേക്കണ ബഡ്ജറ്റിൽ തന്നെ കുറെ സാധനങ്ങൾ ഇല്ല, അല്ലാതെ സാധനങ്ങളൊന്നും കൂട്ടിയിട്ടില്ല. അതുകൂടെ കൂട്ടിയിടുമ്പോൾ ചിലപ്പോ 1.5 ലക്ഷം ആവാനും ചാൻസ് ഉണ്ട്. கௌரி கேசு சொல்றது கரெக்ட் தான். இப்ப பொருட்கள்லாம் ரொம்ப விலை ஜாஸ்தி தானே. ഭയങ്കര തീ പിടിച്ച വിലയാണ് അമ്മ. ഇതൊക്കെ സിമ്പിൾ ബഡ്ജറ്റ്. പിന്നെ അമ്മ വേറൊരു കാര്യം ചിന്തിക്കണം. നമ്മൾ 50,000 എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയാലും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് 1.5 ലക്ഷവും. ഇത് പക്ഷെ 85 വരുന്നുള്ളൂ. എടേ നിങ്ങൾ പറയണതൊക്കെ ശരി തന്നെ, പക്ഷെ 85,000 രൂപ കുറച്ച് കൂടുതലാണ്ടാ. എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് 50,000 രൂപ ആക്കടാ. ഒരു കാര്യം ചെയ്യാം, പിള്ളേരുടെ ബുക്കും പേപ്പറും കട്ട് ചെയ്തേക്കാം. എന്നിട്ട് നമുക്ക് വേറെ എവിടെ നിന്ന് എടുക്കാം. വേറെ എന്തൊരു കുറയ്ക്കാൻ അതിനകത്തുനിന്ന്. എന്റെ അമ്മ ഈ ഡേ കെയർ എന്ന് പറഞ്ഞാൽ തന്നെ പിള്ളേരെ ആകർഷിക്കണം. ഒരു കാന്തം പോലെ പിള്ളേർ എവിടെ നോക്കിയാലും പച്ച, മഞ്ഞ, നീല, ചുവല അങ്ങനെ ഇങ്ങനെ കളറുകൾ ഇങ്ങനെ മിന്നി തിളങ്ങി നിൽക്കണം. അപ്പോഴേ അട്രാക്ഷൻ കിട്ടത്തുള്ളൂ. നോക്കുമ്പോൾ ഇവിടെ ഊഞ്ഞാല്, അവിടെ സീസോ, അവിടെ സ്ലൈഡ്, അവിടെ അത്, അവിടെ ഇത്, അങ്ങനെ വേണം നിൽക്കാനായിട്ട്. പിന്നെ അത്ര നിർബന്ധമാണെങ്കിൽ വേണമെങ്കിൽ ആ ഫെൻസ് അങ്ങ് പൊളിക്കാം. ഫെൻസ് പൊളിക്കാനാ? ഓണർ മണ്ടടിച്ച് കയറുമെങ്കിൽ എടേ, വീടിന്റെ ഫെൻസ് അല്ല, മറ്റേ പ്ലേപ്പൻ പിള്ളേരോട് കൂട്ടിയിട്ടുള്ള ഫെൻസ് ഇല്ലേ, ആ ഫെൻസ് വേണമെങ്കിൽ മാറ്റാം. എന്നിട്ട് ഈ പറഞ്ഞ എല്ലാത്തിനോട് നീ എവിടെ പിടിച്ചിട്ട് നമുക്ക് മണ്ണിലെടുത്ത് കളിപ്പിക്കാം. മണ്ണിൽ ഒരു കാര്യം ചെയ്യും, ചാക്കി കെട്ടി വെക്കാം ഓരോരോ മൂലക്ക്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അമ്മായി സൂപ്പർ ഐഡിയ ഉണ്ട്. ഊഞ്ഞാലില്ലേ, ഊഞ്ഞാലിന്റെ ആടണ സാധനം മാറ്റിട്ട് കമ്പി മാത്രം കൊണ്ടു നോക്കുക. എന്നിട്ട് പിള്ളേരെ കൈ പിടിച്ച് തൂങ്ങി ആടാൻ പറയാം. മരത്തിൽ കെട്ടിയാലോ? മരത്തിൽ മാത്രം വേണ്ട, നമ്മുടെ സീസോയും കൂടെ മരം വെട്ടിയും കൊണ്ടാക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കാമല്ലോ. ചേറ് വേണ്ട, തറ ഇരിക്കട്ടെ പിള്ളേര്. സൂപ്പർ പാ മേടിക്കാം, ഫുള്ള് ഡീസന്റ്. എന്താണ് പിന്നെ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാണെങ്കിൽ പാറമടയിൽ ഇറക്കി വിടാം. തറ കുഞ്ഞുങ്ങളാണല്ലോ കേശുവേ. പിന്നെ ഇതൊക്കെ വേണ്ടേ? എന്തോന്ന് പറഞ്ഞാലും 85,000 രൂപ കുറച്ച് കൂടുതലാണ്. എടാ 50,000 രൂപ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്ത് താടെ ഒന്ന്. ബഡ്ജറ്റിന്റെ അമ്മ, ഈ ബഡ്ജറ്റിൽ തൊടാൻ പറ്റൂല. ഉദ്ദേശിക്കണ പോലെ നല്ല പറഞ്ഞു. ഈ ബഡ്ജറ്റ് അങ്ങോട്ട് വീണ്ടും തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരു വിധത്തിലാണ് ഫുൾ എസ്റ്റിമേറ്റ് കണക്കൂട്ടി വെച്ചേക്കണം. അങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള പോലെ നമുക്ക് കിട്ടാനുള്ള ഫണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടുമല്ലോ, ലാഭം. അങ്ങനത്തെ സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങി പോകാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അതായത് ഈ എസ്റ്റിമേറ്റ് കുറയ്ക്കാൻ മാറ്റാൻ പറ്റില്ല. എടാ നീയേ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കണക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ നോക്ക്, എന്നിട്ടൊന്ന് കുറയ്ക്കാൻ നോക്ക്. നീ ഒന്നുമില്ല കേശുവര ബഡ്ജറ്റുള്ള, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനില്ല. കേശുവെ പറഞ്ഞുകൊണ്ട് ശിവ, ഇത്രയും വിപുലമായി നമുക്ക് വേണോ? കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താ 50,000 രൂപയ്ക്ക് നമുക്ക് പിടിക്കാൻ പറ്റും. ശരി, 65 50 70 50 ഞാൻ നോക്കി നോക്കാം. കുറയ്ക്കാൻ കുറയില്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങോട്ട് ചാൻസ് ഭയങ്കര കുറവാണ് കേട്ടോ. പ്രതീക്ഷിക്കൊന്നും വേണ്ട. ഈ മെറ്റൽ ഊഞ്ഞാല് മാറ്റിയിട്ട് കയറ് മാത്രം ഇട്ട് ഫുള്ളൊരു സെറ്റപ്പ് ചെയ്യട്ടാ. മരത്തില് കെട്ടാന്ന്. മരത്തില് ഞാൻ വേറെ നോക്കട്ടെ. ശിവ ശിവ 50. എന്റെ കയ്യിലല്ല, കേശുവല്ലേ ബഡ്ജറ്റ് എടുത്ത. ശിവ എന്താണേ ബുക്കിലും ഇതിലേക്കൊന്ന്. പിന്നെ അമ്മ പഠിച്ച ബുക്ക് എടുത്തോണ്ട് വാ ഇങ്ങോട്ട്.